റെന്റിന്റെ മുകളിലുള്ള ടാക്സ് 2017 മുതൽ തന്നെ നിലവിലുള്ള നിയമം ഉള്ളതാണ്. പക്ഷെ അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിരുന്നു. ഇപ്പൊ 2024 ഒക്ടോബർ 10 മുതൽ നിലവിൽ വന്നത്, അതിനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. ഒന്ന്, ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവും. ഞാനൊരു രജിസ്ട്രേഡ് പേഴ്സൺ ആണ്. ഞാൻ ഇരിക്കുന്ന റൂം വാടകയ്ക്ക് എടുക്കാം. എൻ്റെ ലാൻഡ് ലോർഡ് നിങ്ങളാണ്. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഇല്ല, GST രജിസ്ട്രേഷൻ ഒന്നും. ഇത്തരം ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മുൻപുണ്ടായിരുന്നത് റെന്റിന് പ്രത്യേക ടാക്സ് ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ ഇപ്പൊ അതല്ല സ്ഥിതി. ഇപ്പൊ ഞാനൊരു റെഗുലർ രജിസ്റ്റേർഡ് ഡീലർ ആണെങ്കിൽ നിങ്ങൾക്ക് റെന്റ് തരേണ്ടത് ഞാനൊരു RCM റിവേഴ്സ് ചാർജ് ബേസിൽ ഒരു ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്തിട്ട് 10,000 രൂപയാണ് വാടകയെങ്കിൽ അതിന്റെ 18% 1,800 RCM ആയിട്ട് കണക്കാക്കി, റിവേഴ്സ് ചാർജ് ആയിട്ട് കണക്കാക്കിയിട്ട് 11,700 രൂപ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ കാണിക്കും. അതായത് 10,000 രൂപ വാടകയ്ക്ക് 1,800 രൂപ GST ഔട്ട്വേർഡ് GST ആയിട്ട് കണക്കാക്കും. എന്നിട്ട് ഞാനത് 3B ഫയൽ ചെയ്യുമ്പോൾ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കാണിക്കും. ഞാൻ റെഗുലർ ഡീലർ ആണെങ്കിൽ എനിക്കത് ഇൻപുട്ട് ആയിട്ട് പിന്നീട് അത് ഉപയോഗിക്കുകയും ചെയ്യും. ഇതേ സിറ്റുവേഷൻ ലാൻഡ് ലോർഡ് GST രജിസ്ട്രേഷൻ ഉള്ള ആളാണെന്ന് എനിക്കില്ല. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ലാൻഡ് ലോർഡ് ഒരു ടാക്സ് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്തിട്ട് എനിക്ക് തരും. ഞാൻ അദ്ദേഹത്തിന് 10,000 പ്ലസ് 1,800 11,800 രൂപ. അപ്പൊ അദ്ദേഹം ഇൻവോയ്സ് തരുമ്പോൾ അത് എനിക്ക് ഇൻപുട്ട് കിട്ടും. പർച്ചേസ് പോലെയാണല്ലോ വരുന്നത്. അത് രണ്ടാമത്തെ സിറ്റുവേഷൻ. ഇനി ഒരു സിറ്റുവേഷൻ ഉള്ളത്, എനിക്ക് രജിസ്ട്രേഷൻ ഇല്ല. അതായത് ബിസിനസ്സുകാരനാണ്, എനിക്ക് രജിസ്ട്രേഷൻ ഇല്ല. പക്ഷെ ലാൻഡ് ലോർഡിന് രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോഴും സെയിം സിറ്റുവേഷൻ ആണ്. രണ്ടാമത് പറഞ്ഞ സിറ്റുവേഷൻ പോലെ തന്നെ എനിക്ക് ലാൻഡ് ലോർഡ് ഒരു ഇൻവോയ്സ് തരും, അതിന്റെ ടാക്സ് ഉൾപ്പെടെ ഞാൻ അത് കൊടുക്കും. എനിക്ക് ആ ഇൻപുട്ടിന് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഞാൻ രജിസ്ട്രേഡ് ഡീലറാണ്. അടുത്ത സിറ്റുവേഷൻ, ഞാൻ കോമ്പോസിഷൻ ഡീലറാണ്. എനിക്ക് റെന്റ് കൊടുക്കണമല്ലോ. അപ്പുറത്തുള്ള പാർട്ടി രജിസ്ട്രേഷൻ ഇല്ലാത്ത ലാൻഡ് ലോർഡിന് രജിസ്ട്രേഷൻ ഇല്ല. അപ്പോൾ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പോസിഷൻ ഡീലർക്ക് ഇൻപുട്ട് എടുക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ RCM ബേസിൽ എന്ത് പ്രിപ്പയർ ചെയ്യും? 10,000 1,800 ടാക്സ് പ്രിപ്പയർ ചെയ്യും. പക്ഷെ 1,800 ഗവൺമെന്റിലേക്ക് 3B വഴി അടയ്ക്കണം. അതെനിക്ക് ഇൻപുട്ട് എടുക്കാനായിട്ട് കഴിയും. ചുരുക്കത്തിൽ റെഗുലർ ഡീലർക്ക് ടാക്സ് അടയ്ക്കുന്ന RCM ബേസിൽ ടാക്സ് അടയ്ക്കുന്ന 1,800 രൂപ, 10,000 രൂപയുടെ വാടക 18% 1,800 രൂപ RCM ആയിട്ട് എനിക്ക് ഇൻപുട്ട് ടാക്സ് എടുക്കാം. റെഗുലർ ഡീലർ. കോമ്പോസിഷൻ ഡീലർക്ക് അത് പറ്റില്ല. അതേസമയം എൻ്റെ ലാൻഡ് ലോർഡിന് GST നമ്പർ ഉണ്ടെങ്കിൽ, ഞാനും GST രജിസ്ട്രേഷൻ ഉള്ള ആളാണെങ്കിൽ, എനിക്ക് ബിസിനസ്സുകാരനെ ഓട്ടോമാറ്റിക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നത് പോലെ ഇൻപുട്ട് എടുക്കാൻ സാധിക്കും. ഇതാണ് പുതിയ, ഇപ്പോൾ നിലവിൽ കൺഫ്യൂഷൻ, ആളുകൾക്കൊക്കെ കൺഫ്യൂഷൻ ഉള്ള റെന്റിന്റെ മാറ്റർ. ഇതാണ്. ഇത് വളരെ സിമ്പിളാണ്, ഞാൻ കണക്കാക്കിയത്.